സെമീന്ദാരി സമ്പ്രദായത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചാണ് നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. നോക്കൂ, എന്താണ് സെമീന്ദാരി സമ്പ്രദായം? 1793 ബ്രിട്ടീഷ് ഗവർണർ ജനറലായിരുന്ന ചാൾസ് കോൺവാലിസ് നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായമായിരുന്നു ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അഥവാ സെമീന്ദാരി സമ്പ്രദായം. ഈ സമ്പ്രദായം ആദ്യം നടപ്പിലാക്കിയത് ബംഗാളിലും പിന്നീട് ബീഹാർ, ഒറീസ എന്നീ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുകയുമാണ് ചെയ്തത്. എന്താണ് സെമീന്ദാരി സമ്പ്രദായം എന്ന് ചോദിച്ചാൽ, സെമീന്ദാരി സമ്പ്രദായം എന്നാൽ ബ്രിട്ടീഷുകാരുടെ കൈവശമുള്ള ഭൂമി അവർ മഹലുകളായി, എസ്റ്റേറ്റുകളായി വിഭജിച്ച് കർഷകർ സെമീന്ദാർമാർക്ക് നൽകുകയും സെമീന്ദാർമാർ തങ്ങളുടെ കൈവശമുള്ള ഭൂമി വീണ്ടും വിഭജിച്ച് കർഷകർക്ക് നൽകുകയും കർഷകർ തങ്ങളുടെ ഭൂമി വിഭജിച്ച് ഉപകർഷകർ അഥവാ പങ്കാളിത്ത കർഷകർക്ക് നൽകുകയും ചെയ്യുന്നു. പങ്കാളിത്ത കർഷകർ കൃഷി ഇറക്കി ആ കൃഷിയിൽ നിന്നുള്ള നികുതി സെമീന്ദാറിലേക്കും ബ്രിട്ടീഷുകാരിലേക്കും എത്തുന്ന ഒരു നികുതി സമ്പ്രദായമായിരുന്നു സെമീന്ദാരി സമ്പ്രദായം അഥവാ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഈ സമ്പ്രദായ പ്രകാരം കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം സെമീന്ദാറിനായിരുന്നു, നികുതി പിരിക്കാനുള്ള അവകാശവും സെമീന്ദാറിനായിരുന്നു. കർഷകരെ കുടിയാന്മാരായി കണക്കാക്കി കർഷകന് താമസവും ഭക്ഷണവും മാത്രമാണ് ലഭിച്ചിരുന്നത്. വിളവിൻ്റെ 60% എന്ന് SCERT ടെക്സ്റ്റുകളും അതല്ല NCERT ഫാക്ടിലേക്ക് വരുമ്പോൾ വിളവിൻ്റെ 11ൽ 10 ഭാഗം ബ്രിട്ടീഷുകാർക്കും 1 ഭാഗം സെമീന്ദാറിനും നികുതിയായി നൽകണമെന്നും പരാമർശിക്കപ്പെടുന്നു. നികുതി പണമായി നൽകണമെന്നൊരു പ്രത്യേകത ഈ സമ്പ്രദായത്തിനുണ്ട്. മാത്രമല്ല, നിശ്ചിത സമയത്ത് നികുതി നൽകിയില്ലെങ്കിൽ കർഷകർ കുടിയിറക്കപ്പെടും. കൂടാതെ മണ്ണിൻ്റെ ഫലഭൂയിഷ്ടി, കർഷകന്റെ ക്ഷേമം ഇവയൊക്കെ സെമീന്ദാറിൻ്റെ ഉത്തരവാദിത്തമായിരുന്നു. മണ്ണിൻ്റെ ഉടമസ്ഥാവകാശമില്ലാത്ത കർഷകൻ അതുകൊണ്ട് തന്നെ കൃഷിഭൂമിയുടെ ഉൽപാദനക്ഷമതയിൽ അല്ലെങ്കിൽ ഫലഭൂയിഷ്ടിയിൽ പ്രത്യേകം താല്പര്യം പ്രകടിപ്പിച്ചില്ല. മാത്രവുമല്ല, ഈ നികുതി സമ്പ്രദായത്തെയാണ് ഒരു അടഞ്ഞ നികുതി സമ്പ്രദായം, ക്ലോസ്ഡ് റവന്യൂ സിസ്റ്റം എന്ന് വിശേഷിപ്പിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ നികുതി പ്രീ ഡിറ്റർമിൻഡ് ആയിരുന്നു, മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നു, നികുതി സ്ഥിരമായിരുന്നു. ഈ നികുതി സമ്പ്രദായം മൂലം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരെ പിന്തുണയ്ക്കുന്ന ഒരു പുതിയ സാമൂഹ്യ വിഭാഗമായ സെമീന്ദാർമാരുടെ ഉയർച്ചയ്ക്ക് കാരണമായി. ഈ നികുതി സമ്പ്രദായ പ്രകാരം ബ്രിട്ടീഷുകാരെ പിന്തുണയ്ക്കുന്ന സെമീന്ദാർസ് എന്ന ഒരു പുതിയ സാമൂഹ്യ വിഭാഗത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി മാറി.